ഹേ ഗായ്സ്, സ്ട്രോബെറി കൊട്ടയായിട്ട് കിയു എങ്ങോട്ട് ഓടുന്നതെന്നല്ലേ നോക്കുന്നത്. കിയു ഓടുന്നത് വേറെ എവിടേക്കല്ല, സ്ട്രോബെറി ഫാമിൽ തന്നെയാണ്. അപ്പോൾ കിയുവിൻ്റെ ഫസ്റ്റ് സ്ട്രോബെറി എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുന്നത്തെ വർഷം ഞങ്ങൾ കിയുവിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കിയുവിന് 3 മന്ത്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കിയു കുറച്ചും കൂടിയും ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞതിന് ശേഷം കിയുവിന് സ്ട്രോബെറി ഫാമിൽ കൊണ്ടുവന്നപ്പോൾ അവളുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. അവൾക്ക് ടെൻഷനാണ്, അവിടെയുള്ള എല്ലാ ആൾക്കാരും ആ സ്ട്രോബെറി എല്ലാം അവളേക്കാൾ സ്പീഡിൽ പറിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ അവരെക്കാൾ സ്പീഡിൽ പറക്കാൻ വേണ്ടിയിട്ട് കൊട്ടയായിട്ട് ഓടിക്കൊണ്ട് നടക്കുവാണ്. പക്ഷെ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു, അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഓട്ടോ എല്ലാം കാണാൻ. അത് കഴിഞ്ഞ് അവൾ കൊട്ടയെല്ലാം അവിടെ ഇട്ടിട്ട് ഓടുകയാണ്. കാരണം കിട്ടിയ സ്ട്രോബെറി പറിച്ചിട്ട് പോവാം എന്നുള്ള ലെവലിലായി. സ്ട്രോബെറി പറിക്കാൻ മാത്രമല്ല, കൂട്ടത്തിൽ സ്ട്രോബെറി നന്നായിട്ട് അവൾ കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്ട്രോബെറി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സ്വീറ്റായിരുന്നു. അത് നമ്മൾ എപ്പോൾ സ്ട്രോബെറി ഫാമിൽ ചെന്നിട്ട് സ്ട്രോബെറി പറിച്ച് കഴിക്കുന്നതാണെങ്കിലും നല്ല സ്വീറ്റായിരിക്കും. ചില സ്ട്രോബെറികൾ ചെറിയ പുളി ഉണ്ടായിരുന്നു, പിന്നെ ചിലതൊക്കെ പഴുക്കാത്തതും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പറിച്ചു കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി കുറച്ച് സ്ട്രോബെറിയൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി കൊട്ട നിറയ്ക്കുന്നതിനേക്കാൾ തിരക്ക് ഞങ്ങളുടെ വയറ് നിറയ്ക്കാനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വയറ് നിറച്ച് സ്ട്രോബെറി കഴിച്ചു. കുറച്ച് നേരം അവിടേക്ക് ഓടിക്കളിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ സ്ട്രോബെറി പറക്കലും സ്ട്രോബെറി കഴിക്കലും മാത്രമാണ് കണ്ടോ. ഞങ്ങൾക്ക് കൊട്ടയേക്കാൾ കൂടുതൽ ഞങ്ങളുടെ വയറാണ് ഞങ്ങൾ നിറച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.